എല്ലാ കൂട്ടുകാർക്കും മല്ലു ഫ്രീലാൻസറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. റീസെൻ്റ്ലി ഞാനൊരു ആർട്ടിക്കിൾ കാണാനിടയായി. ടോപ്പ് 10 റിച്ചസ്റ്റ് യൂട്യൂബേഴ്സ് ഇൻ ഇന്ത്യ 2022. 2023 ഏപ്രിൽ 21 എഴുതിയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണിത്. 2022 ടോപ്പ് 10 റിച്ചസ്റ്റ് യൂട്യൂബേഴ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് 10 ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ റവന്യൂ ഉണ്ടാക്കിയിട്ടുള്ള യൂട്യൂബേഴ്സ് ആരൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ താഴേക്ക് വരുന്ന സമയത്തൊക്കെ ഇതിൽ ടോപ്പ് 10 എടുത്ത് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും നല്ല രീതിയിൽ യൂട്യൂബിനകത്തുനിന്ന് ഏൺ ചെയ്യുന്ന ആളുകളാണ്. ഇപ്പോൾ ഇവിടെ നോക്കുക, ധ്രുവതി ഓൾമോസ്റ്റ് 1,500 to $24,000 പെർ മന്ത്. ഓക്കെ, ഒരു മാസം തന്നെ ഉണ്ടാക്കുന്ന ഏണിംഗ് ആണത്. അതുപോലെ മറ്റൊരു ചാനൽ ബൈനി ഉണ്ട്, നോക്കുകയാണെന്നുണ്ടെങ്കിൽ $5,000 to $80,000 പെർ മന്ത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നല്ല എമൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട് യൂട്യൂബിൽ നിന്ന് പലരും നല്ല രീതിയിൽ ഏൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ മലയാളികളെ കേസ് എടുത്തോളം നമുക്ക് അറിയാൻ പറ്റും, മലയാളികളായിട്ടുള്ള നല്ല ടോപ്പ് ലെവലിൽ നിൽക്കുന്ന യൂട്യൂബേഴ്സൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഏൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് യൂട്യൂബിനകത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഏണിംഗ് ഉണ്ടാക്കാൻ പലർക്കും താല്പര്യം ഉണ്ടായിരിക്കും. പക്ഷേ പലർക്കും താല്പര്യമില്ലാത്തൊരു കാര്യം എന്ന് പറയുന്നത് അവരുടെ ഫേസ് കാണിക്കാനുള്ള ഒന്നുകിൽ മടിയോ അല്ലെങ്കിൽ അത് കാണിക്കാൻ താല്പര്യമില്ലാത്തതോ ആയിരിക്കും പലരെയും യൂട്യൂബ് ചാനലുകൾ ക്രിയേറ്റ് ചെയ്യുന്നതെന്നും അതിൽ നിന്നുള്ള റവന്യൂ വേണ്ടെന്ന് വയ്ക്കുന്നതിന് കാരണമാവുന്നത്. അങ്ങനെയുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. കാരണം ഈ വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മുടെ മുഖം കാണിക്കാതെ തന്നെ യൂട്യൂബിനകത്ത് നമ്മുടെ ഫേസ് റിവീൽ ചെയ്യാതെ തന്നെ നമുക്ക് ഒട്ടനവധി ചാനലുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ ഒരുപാട് വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ട് നല്ല രീതിയിലുള്ള റവന്യൂ കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളത്. അതിൻ്റെ ഒരു സെക്ഷൻ മാത്രമാണ് ഈ ഒരു വീഡിയോ. ഇതുപോലുള്ള ഫേസ്ലെസ് യൂട്യൂബ് വീഡിയോ ഐഡിയാസിന് വേണ്ടിയിട്ടൊരു പ്ലേലിസ്റ്റ് നമ്മുടെ ചാനൽ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ വീഡിയോ ആയിരിക്കും ഇത്. സോ ഇത് നമുക്ക് നോക്കുക. ഈ ഒരു യൂട്യൂബിനകത്ത് ഞാൻ വന്നിട്ട് മൈ യൂട്യൂബ് ഏണിംഗ് ജസ്റ്റ് ഞാൻ സെർച്ച് ചെയ്തിട്ടുണ്ട്. സെർച്ച് ചെയ്ത് വന്നിരിക്കുന്ന റിസൾട്ട് നോക്കിയാൽ പലരുടെയും യൂട്യൂബ് ഏണിംഗ് വരെ കൊടുത്തിരിക്കുന്നത് 39 lakh, അതുപോലെ 6,13,960. ഓക്കെ, അതായത് $6,13,960 പെർ ഇയർ. ഓക്കെ, ഡോളറാണ് കേട്ടോ, ഡോളറിലാണത്. $6,13,000 സംതിങ് അവിടെ അവർ ഏൺ ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അത് 5 CR. ഇങ്ങനെ ഒരു നല്ല രീതിയിൽ യൂട്യൂബിനകത്ത് ഏണിംഗ് ഉണ്ടാക്കുമ്പോൾ പലരും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുഖം കാണിക്കാൻ വയ്യ അല്ലെങ്കിൽ മുഖം കാണിക്കേണ്ടതായിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഞാനിതിനില്ല എന്ന് പറഞ്ഞിട്ട് പുറകിലേക്ക് പോകുന്ന അവസ്ഥ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അത്തരത്തിൽ നമ്മുടെ ഫേസ് കാണിക്കാതെ മുഖം റിവീൽ ചെയ്യാതെയുള്ള യൂട്യൂബ് ചാനൽ ഐഡിയാസിൻ്റെ പാർട്ട് 1 ആണിത്. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കുന്നത് സ്റ്റഡി മ്യൂസിക് എന്ന് പറയുന്ന ഒരു ടേമാണ്. യൂട്യൂബിനകത്ത് നിങ്ങൾ വന്നിട്ട് സ്റ്റഡി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റഡി മ്യൂസിക് സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം താഴെ വന്നിരിക്കുന്ന വീഡിയോക്ക് കിട്ടിയിരിക്കുന്ന വ്യൂസ്. ഇപ്പോൾ ഇവിടെ ഈ ഒരു ലൈവ് സ്ട്രീം ചെയ്തിരിക്കുന്നത് 7 മണിക്കൂർ മുൻപ് 32K ആണ്. അത് 32,000 വ്യൂസാണ് ഈ ഒരു സമയം കൊണ്ട് ഈ ഒരു വീഡിയോക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വീഡിയോകൾ നല്ല രീതിയിൽ വ്യൂസിൽ ഇപ്പോൾ 5 months 70 lakh വ്യൂസ്. ഓക്കെ, അതായത് നമുക്ക് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മ്യൂസിക്കുകൾ, വിച്ച് മീൻസ് മോട്ടിവേഷണൽ, ചെറിയൊരു മോട്ടിവേഷനും അതുപോലെ കോൺസെൻട്രേഷനൊക്കെ കണ്ടൻറ്റ് ആഡ് ചെയ്തിട്ടുള്ള ടൈപ്പ് മ്യൂസിക്കുകൾ, അതിനൊരു ചെറിയൊരു വിഷ്വൽ കൊടുത്തിട്ട് ആഡ് ചെയ്തിരിക്കുന്നു. ഓക്കെ, ഒരു ചെറിയൊരു വീഡിയോ ഫൂട്ടേജ്, റോയൽറ്റി ഫ്രീ ആയിട്ടുള്ള ഒരു വീഡിയോ ഫൂട്ടേജ് അതിന് കൊടുത്തിരിക്കുന്നു. എന്നിട്ട് അത്തരത്തിലുള്ളൊരു മ്യൂസിക് ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ചാനൽ നമ്മൾ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മുഖം കാണിക്കേണ്ട ആവശ്യമില്ല, നല്ല രീതിയിൽ നമുക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാനും പറ്റും. ഞാനിവിടെ 1-2 ചാനലുകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം, ഇത്തരത്തിലുള്ള വീഡിയോകൾ ക്രിയേറ്റ് ചെയ്തിട്ട് നന്നായിട്ട് റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ചാനലുകൾ. ഫസ്റ്റ് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മ്യൂസിക് ഫോർ ബോഡി ആൻഡ് സ്പിരിറ്റ് എന്ന് പറയുന്ന ഒരു ചാനൽ. ഓക്കെ, ഈ ചാനലിനകത്ത് ഇത്തരത്തിലുള്ള വീഡിയോകളാണ് കൂടുതലായിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. അവർ മുഖം റിവീൽ ചെയ്യുന്നില്ല. ഓക്കെ, ഇപ്പോൾ ഇവിടെ 44K വ്യൂസ് 2 months, അതുപോലെ 1 lakh വ്യൂസ് 2 months, 27K വ്യൂസ് 1 month. അപ്പോൾ ഇങ്ങനെ നല്ല രീതിയിൽ വ്യൂസ് ഇത്തരം വീഡിയോകൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് സ്റ്റഡി മ്യൂസിക് എന്നുള്ള സെക്ഷനാണ്. ഇതല്ലാതെ നമുക്ക് മോട്ടിവേഷൻ ആയിട്ടുള്ളതും അതുപോലെ റെയിനി, വാട്ടർഫോൾ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കണ്ടന്റുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതൊക്കെ നമുക്ക് ഓരോ വീഡിയോകളിലൂടെ ഇങ്ങനെ നമുക്ക് ഈ ഒരു പ്ലേ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം വരുന്ന ദിവസങ്ങളിലായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്തരത്തിലുള്ള സ്റ്റഡി മ്യൂസിക് പോലുള്ള വീഡിയോകൾ ഓൾറെഡി ചെയ്തിട്ടുള്ള ചാനലുകൾ, അത്തരം ചാനലുകളുടെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അവരൊക്കെ ഏൺ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ എത്രത്തോളമാണ് അവരൊക്കെ ഏൺ ചെയ്യുന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന മ്യൂസിക് ഫോർ ബോഡി ആൻഡ് സ്പിരിറ്റ് എന്ന് പറയുന്ന ഈ ഒരു ചാനൽ, ഇതിൻ്റെ അനലിറ്റിക്സ് നമ്മൾ സോഷ്യൽ ബ്ലേഡ് ത്രൂ ചെക്ക് ചെയ്യുന്ന സമയത്ത് നോക്കുക, ഇവരുടെ എസ്റ്റിമേറ്റ് ഏണിംഗ് വരുന്നത് ഇതാണ്. ചാനൽ മ്യൂസിക് ഫോർ ബോഡി ആൻഡ് സ്പിരിറ്റ് എസ്റ്റിമേറ്റഡ് ഏണിംഗ് 3.8K to 60K പെർ മന്ത്. ഓക്കെ, ഒരു മാസം അവർ ഏൺ ചെയ്യുന്നത് $3,800. അത് $3,800 പ്രത്യേകം ശ്രദ്ധിക്കുക. $3,800 അല്ല, $3,800 to $60K ആണ്. ഡോളർ ഇൻ റുപ്പീസ് എന്ന് ജസ്റ്റ് നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കൺവേർഷൻ റേറ്റ് കാണാൻ പറ്റും. ഓൾമോസ്റ്റ് 3 ലക്ഷം രൂപ. 3 ലക്ഷം രൂപയുടെ മുകളിലാണ് ഇവർക്ക് പെർ മന്ത് ഏറ്റവും കുറഞ്ഞ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഏറ്റവും കുറഞ്ഞിട്ടുള്ളത്. ഇനി അത് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 60 ആണ്, $60,000. ഓക്കെ, ഇത് ഓൾമോസ്റ്റ് 49 lakh ആയി. ഓക്കെ, 50 ലക്ഷത്തിൻ്റെ 1/2 കോടിയുടെ അടുത്തായി അവരുടെ ഏതോ ഒരു മാസം അവർക്ക് ലഭിച്ചിട്ടുള്ള ടോപ്പ് ഏണിംഗ് എന്ന് പറയുന്നത്. സോ അപ്പോൾ ഇങ്ങനെ നല്ല രീതിയിൽ നമുക്ക് ഏണിംഗ് ഇത്തരം വീഡിയോകളിലൂടെ കണ്ടെത്താൻ പറ്റും. ഇതാണ് ഇപ്പോൾ ആ ഒരു ചാനൽ കണ്ടല്ലോ, മോട്ടിവേഷണൽ വീഡിയോകൾ, ഇത്തരത്തിലുള്ള ഫ്രീക്വൻസി വീഡിയോകൾ, ഇങ്ങനെയുള്ള കണ്ടന്റുകൾ കൂടുതലായിട്ട് അവർ ചെയ്യുന്നത്. അപ്പോൾ ഈ ചാനലിനകത്ത് സ്റ്റഡി വീഡിയോ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ ചാനലിലേക്ക് എത്തിപ്പെട്ടത്. അടുത്തൊരു ചാനൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യെല്ലോ ബ്രിക് സിനിമ എന്ന് പറയുന്ന മറ്റൊരു ചാനൽ. ഇതിൻ്റെ അനലിറ്റിക്സ് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഓൾമോസ്റ്റ് ഇവർ ഏൺ ചെയ്യുന്നത് 1.8K to 28.9K, ഓൾമോസ്റ്റ് 30K അടുത്ത് ഇവരുടെ
ഏണിംഗ്. 30K എന്നൊക്കെ പറയുമ്പോൾ ഓൾമോസ്റ്റ് നമുക്കൊരു 20 ലാഖിൻ്റെ അടുത്ത് അല്ലെങ്കിൽ 20 ലാഖിൻ്റെ മുകളിലായിട്ടുള്ള ഒരു ഏണിംഗ് നമുക്ക് വരികയായി. ഓക്കെ, 30K എന്ന് പറയുമ്പോൾ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം ഓൾമോസ്റ്റ് എത്ര വരുന്നുണ്ടെന്നുള്ളത്. 24 ലാക്ക് ഇവരുടെ ഏണിംഗ് ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് അധികം ഏണിംഗ് നമുക്ക് എന്ത് കണ്ടെത്താം? ഇത്തരത്തിലുള്ള മുഖം കാണിക്കാതെയുള്ള യൂട്യൂബ് ചാനൽ വഴി തന്നെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. താഴെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് കിട്ടുന്ന ഡെയിലി എമൗണ്ടുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ കഴിഞ്ഞ ദിവസം 15-ാം തീയതി കഴിഞ്ഞ ദിവസം അവർക്ക് വന്നത് $180. ഓക്കെ, $180 മുതൽ അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ട് 2.9K 3K to 180K ഇതാണ് ഇവരുടെ ഇന്നലെ കഴിഞ്ഞ ദിവസത്തുള്ള ഏണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വീഡിയോകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ നല്ല രീതിയിലുള്ള റവന്യൂ നമുക്ക് കണ്ടെത്താൻ പറ്റുമെന്നുള്ളത് ഷുവറാണ്. സോ നിങ്ങൾ ചെയ്യേണ്ടത് ഇനി ഈ സ്റ്റഡി മ്യൂസിക് എന്ന് പറയുന്ന ഈ ഒരു ടൈമിലുള്ള വീഡിയോകൾ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് നോക്കുക. നല്ല രീതിയിൽ വ്യൂസ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഈ ഒരു കാറ്റഗറി ഇതിലേക്ക് ആഡ് ചെയ്ത് പറഞ്ഞുതരാൻ കാരണം. ഇനി നമുക്കിത് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നോക്കാം. അതാണ് മെയിനായിട്ട് വേണ്ടത്. എങ്ങനെ നമുക്ക് ഈ വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് വന്നിരിക്കുന്ന ഈ വീഡിയോയുടെ ഫൂട്ടേജ് ഒന്ന് നോക്കാം. നമുക്കിതിനകത്ത് ഒരു നേച്ചർ റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ഒരു ഫൂട്ടേജാണ്. അതുപോലെ അതിനകത്ത് നല്ലൊരു ഓഡിയോ അവർ യൂസ് ചെയ്തിട്ടുണ്ട്. സോ നമുക്കിത് രണ്ടും കോപ്പിറൈറ്റ് ഫ്രീ ആയിട്ട് തന്നെ കിട്ടണം അല്ലേ? നമുക്കിത് കണ്ടന്റ് ഉപയോഗിക്കുന്ന സമയത്ത് കോപ്പിറൈറ്റ് ഒന്നും വരാൻ പാടില്ല. കോപ്പിറൈറ്റ് ഫ്രീ ആയിട്ട് നമുക്ക് ഈ കണ്ടന്റുകൾ കിട്ടണം. ഇപ്പോൾ വീഡിയോ ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഓഡിയോ ആണെന്നുണ്ടെങ്കിലും. സോ അതിന് ഏറ്റവും നല്ല ഓപ്ഷനാണ് പിക്സാബെ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ്. www.pixabay.com. സ്റ്റണ്ണിങ് റോയൽറ്റി ഫ്രീ ഇമേജസ് ആൻഡ് റോയൽറ്റി ഫ്രീ സ്റ്റോക്ക്. നമുക്ക് ഇൻ്റർനെറ്റിനകത്ത് നമുക്ക് ഈവൻ യൂട്യൂബ് വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഫ്രീ ആയിട്ടുള്ള കോപ്പി ഫ്രീ ആയിട്ടുള്ള കണ്ടന്റുകൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന വെബ്സൈറ്റാണ് പിക്സാബെ. സോ പിക്സാബയിൽ വന്നതിന് ശേഷം ഞാൻ ആദ്യം നമുക്ക് ആവശ്യമുള്ളത് ഒരു ഫൂട്ടേജ് ആണല്ലോ, ഒരു വീഡിയോ ഫൂട്ടേജാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഞാനിവിടെ നേച്ചറിന് സെർച്ച് ചെയ്യാണ്. നേച്ചറിന് സെർച്ച് ചെയ്തതിന് ശേഷം ഇവിടെ ഈ ആരോ മാർക്കിനകത്ത് വന്നിട്ട് വീഡിയോസ് ഒന്ന് പിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്ക് വീഡിയോ ആണ് വേണ്ടത്. സോ ഈ തരത്തിലുള്ള ഒരുപാട് ഫ്രീ സ്റ്റോക്ക് അല്ലെങ്കിൽ ഫ്രീ ഫുട്ടേജുകൾ നമുക്കിവിടെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇതെല്ലാം റോയൽറ്റി ഫ്രീ ആണ്, നമുക്ക് എടുത്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ജസ്റ്റ് നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്ക് ഇവിടെ ഓപ്പൺ ചെയ്യുന്ന സമയത്തോട് താഴെ കാണാം ഫ്രീ ടു യൂസ് കണ്ടല്ലോ. ഫ്രീ ടു യൂസ് നമുക്കത് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ കണ്ടന്റ് ലൈസൻസ് നമുക്ക് ചെക്ക് ചെയ്യണമെന്ന് ഇവിടെ നോക്കാം. നമുക്കിത് കണ്ടന്റ് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും, കുഴപ്പമില്ല. അതുപോലെ യൂസ് കണ്ടന്റ് വിത്തൗട്ട് ഹാവിങ് ആട്രിബ്യൂട്ട് ടു ഓതർ നമുക്ക് അതിൻ്റെ മീൻസ് കണ്ടന്റ് ക്രിയേറ്ററുടെ ആട്രിബ്യൂട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. വിത്തൗട്ട് ഹാവിങ് ടു ആട്രിബ്യൂട്ട് ദ ഓതർ മീൻസ് അത് ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ അത് കൊടുക്കുന്നത് അവർക്ക് നല്ലതാണെന്നുള്ള രീതിയിൽ കൊടുക്കുന്നുണ്ട്. ഓൾദോ ഗിവിംഗ് ക്രെഡിറ്റ് ഈസ് ഓൾവേസ് അപ്രീഷിയേറ്റ് ബൈ അവർ കമ്മ്യൂണിറ്റി. കാരണം ആ ഒരു ഈ പിക്സാബെ സൈറ്റിനും അതുപോലെ നമ്മുടെ ഈ ഒരു ഫുട്ടേജ് അപ്ലോഡ് ചെയ്ത ആളുകൾക്കും ഒരു ക്രെഡിറ്റ് കൊടുക്കുന്നത് നമുക്കതുകൊണ്ട് പ്രോബ്ലം ഒന്നുമില്ല. നമ്മുടെ ചാനലിനകത്തൊന്നും ആഡ് ചെയ്തിട്ട് വലിയ പ്രോബ്ലം ഒന്നുമില്ല. കാരണം അവർക്കൊരു ക്രെഡിറ്റ് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ, നമ്മൾ ത്രൂ. ഓക്കെ, മോഡിഫൈ അഡാപ്റ്റ് കണ്ടന്റ് ഇൻ ടു ന്യൂ വർക്ക്സ്. നമുക്കത് പുതിയ വീഡിയോ ചെയ്യുന്നതിന് അല്ലെങ്കിൽ പുതിയ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എഡിറ്റ് ചെയ്യുന്നത് കൊണ്ട് ബുദ്ധിമുട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ നോക്കാം, ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് നമ്മളൊരു മ്യൂസിക് കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, നല്ലൊരു മ്യൂസിക് കൂടി ആഡ് ചെയ്തിട്ട് ഈ വീഡിയോ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഓൾമോസ്റ്റ് ഒരു 13 സെക്കൻഡേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് എന്ത് ചെയ്യണം? ഇത് ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് ഒരുപാട് പേസ്റ്റ് ചെയ്തതിന് ശേഷം വലിയൊരു ലെങ്ത് ആയിട്ട് ഈ വീഡിയോനെ മാറ്റുക. എന്നിട്ട് അതിലേക്ക് നമുക്കൊരു മ്യൂസിക് കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലൊരു നല്ലൊരു വീഡിയോ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. സോ ഞാനിവിടെ വന്നതിന് ശേഷം ഇതൊന്ന് ഡൗൺലോഡ് ചെയ്യുകയാണ്. ഇവിടെ ഡൗൺലോഡ് ബട്ടൺ ഉണ്ടായിരിക്കും. നമുക്ക് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് സൈസ് ചോദിക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് ഈ 1920x180 ഈ ഒരു സൈസാണ് ഏറ്റവും ബെറ്റർ. ഇനി നിങ്ങൾക്ക് 4Kയിലൊക്കെ ചെയ്യണം വലിയ മീൻസ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ നേരത്തെ എടുത്ത ചാനലുകൾ കണ്ടല്ലോ, ഈ ചാനലിനകത്ത് തന്നെ 4K 2K 8K എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോകൾ വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയങ്ങളിൽ നമുക്കിതിൻ്റെ ഏറ്റവും നല്ല ഹയസ്റ്റ് സൈസിൽ വേണമെന്നുണ്ടെങ്കിൽ ഔട്ട് എടുക്കാം. പക്ഷേ ഇത് തന്നെ അത്യാവശ്യം ക്ലാരിറ്റി ഉണ്ടായിരിക്കും. 1920 എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ടായിരിക്കും. സോ ഞാനത് ഡൗൺലോഡ് ചെയ്യുന്നു. സോ നമുക്ക് ആവശ്യമായിട്ടുള്ള വീഡിയോ ഫയൽ ഇപ്പോൾ നമുക്ക് കിട്ടി. ആ ഒരു ഫുട്ടേജ് നമുക്ക് ലഭിച്ചു. ഇനി നമുക്ക് ആവശ്യം എന്താണ്? ആ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോപ്പിറൈറ്റ് ഫ്രീ മ്യൂസിക് നമുക്ക് വേണം, അല്ലെ? ബാക്ക്ഗ്രൗണ്ടിൽ ഒരു മ്യൂസിക് കൊടുത്തിട്ട് വേണം അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്പോഴാണ് നമുക്കത് സ്റ്റഡി മ്യൂസിക് നല്ല രീതിയിൽ യൂട്യൂബിനകത്തേക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ അത് നമുക്ക് പിക്സാബെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവിടെ സ്റ്റഡി മ്യൂസിക്കിൽ വന്നു കഴിഞ്ഞാൽ കൂടുതലായിട്ട് കാണുന്നൊരു വേർഡാണ് ഈ കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന ഒരു വേർഡ്. അപ്പോൾ ഞാൻ കരുതി ഈ ഒരു കോൺസെൻട്രേഷൻ റിലേറ്റ് ചെയ്ത് വരുന്ന മ്യൂസിക്കുകൾ ഡൗൺലോഡ് ചെയ്തിട്ട് അത് നമുക്ക് ഇത്തരത്തിലുള്ള വീഡിയോസിന് ആഡ് ചെയ്യാം എന്നുള്ളത്. സോ ഞാൻ കോൺസെൻട്രേഷൻ ലിസ്റ്റോടെ സെർച്ച് ചെയ്യാണ്. നമുക്ക് പിക്സാബയിൽ വന്നിട്ട് കോൺസെൻട്രേഷൻ സെർച്ച് ചെയ്യുന്നു. ദെൻ ഇവിടെ നിന്ന് മ്യൂസിക് കൊടുക്കുക. നേരത്തെ നമ്മൾ വീഡിയോ കൊടുത്തത് ഇവിടെ മ്യൂസിക് കൊടുക്കുക. മ്യൂസിക് ഇവിടെ എന്തുണ്ട്? പിക്സാബയിൽ നമുക്ക് അവൈലബിൾ ആണ്. റോയൽറ്റി ഫ്രീ ആയിട്ടുള്ള മ്യൂസിക്കുകൾ നമുക്ക് ഇവിടെ നിന്ന് എടുത്തിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. സോ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നതിൽ ഒരുപാട് മ്യൂസിക്കുകൾ നമുക്ക് ഇങ്ങനെ കാണാം. മെഡിറ്റേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ളതും അതുപോലെ ആംബിയൻ ജേണി ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് മ്യൂസിക്കുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. സോ ഇതിനകത്ത് വലിയ കണ്ട നല്ല ലെങ്തി ആയിട്ടുള്ള മ്യൂസിക്കുകളുണ്ട്. ഇത് 33 മിനിറ്റ് വരുന്ന ഒരു വീഡിയോ, അതുപോലെ വീഡിയോ അല്ല ഓഡിയോ 15 മിനിറ്റ് വരുന്ന ഒരു ഓഡിയോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് വളരെ ലെങ്തി ആയിട്ടുള്ള മ്യൂസിക്കുകൾ ഇവിടെ നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഉള്ളൊരു ഓഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം. ഓക്കെ, ദെൻ അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഓഡിയോ നമ്മൾ കണ്ടെത്തിയിട്ട് നല്ലൊരു മ്യൂസിക് നമ്മൾ കണ്ടെത്തിയതിന് ശേഷം അത് നമ്മൾ ഡൗൺലോഡ് ചെയ്യുക.
സോ നമുക്ക് ആവശ്യമായിട്ടുള്ള ഓഡിയോ ഫുട്ടേജും അതുപോലെ വീഡിയോ ഫുട്ടേജും ഇപ്പോൾ നമുക്ക് കിട്ടി. രണ്ടും കോപ്പറേറ്റ് ഫ്രീ ആയിട്ടുള്ള റോയൽറ്റി ഫ്രീ ആയിട്ടുള്ള കണ്ടന്റ് ഇപ്പോൾ നമുക്ക് ലഭിച്ചു. ഇനി നമുക്കിത് എഡിറ്റ് ചെയ്യണം. അപ്പോൾ പലർക്കും ഉള്ള ഒരു പ്രോബ്ലം പറയുന്നത് എനിക്ക് വീഡിയോ എഡിറ്റിംഗ് സ്കില്ലില്ലല്ലോ, എനിക്ക് സോഫ്റ്റ്വെയർസ് ഒന്നും അറിയില്ല, വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഒന്നും അറിയില്ല എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് ഈ ക്യാൻവ എന്ന് പറയുന്ന ഈ ഒരു ടൂൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ അനായാസം വീഡിയോകൾ എഡിറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ വേണ്ടത് എന്താണ്, നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ വീഡിയോ അത് ജസ്റ്റ് ഇങ്ങനെ കോപ്പി ചെയ്തിട്ട് വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു വീഡിയോയ്ക്ക് മാറ്റണം. അതുപോലെ തന്നെ അതിനൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നമുക്ക് കൊടുക്കണം. സോ നമുക്ക് അനായാസം നമുക്ക് ക്യാൻവ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും. ഈവൻ നിങ്ങളുടെ കയ്യിൽ സ്മാർട്ട് ഫോൺ ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ വർക്ക് വളരെ സുഗമമായിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ക്യാൻവയിൽ വന്നതിന് ശേഷം ഇവിടെ വീഡിയോ ടാബിലേക്ക് വരിക. വീഡിയോ ടാബിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇവിടെ കാണുന്ന ഒരു ടെംപ്ലേറ്റ് ഉണ്ടായിരിക്കും. ജസ്റ്റ് നമുക്കത് ക്രിയേറ്റ് ബ്ലാങ്ക് എന്ന് പറയുന്ന ടെംപ്ലേറ്റ് ഉണ്ടായിരിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. ഇതിൽ നമുക്ക് വളരെ സ്മൂത്ത് ആയിട്ട് നമ്മുടെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റും. സോ ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട ഭാഗം, നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട സെക്ഷൻ ഇപ്പോൾ ഓപ്പണായി വന്നു. ഇനി നമുക്ക് ഇവിടുന്ന് അപ്ലോഡ് എന്ന് പറയുന്ന ബട്ടണിൽ പോയിട്ട് നമ്മുടെ ഫയലുകളോട് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്കിവിടെ ഡൗൺലോഡ്സിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഫയലുകൾ വന്ന് ലഭിക്കും. ദെൻ ഇത് രണ്ടും നമുക്ക് ഇവിടുന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ദെൻ നമുക്ക് 2 ഫയൽ ഇവിടെ അപ്ലോഡ് ആവുന്നതാണ്. ഓക്കെ, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം, 2 ഫയൽ അപ്ലോഡ് ആവുന്നവരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ നമുക്ക് ആവശ്യമായിട്ടുള്ള വീഡിയോ അതുപോലെ ആ ഓഡിയോ ഇവിടെ അപ്ലോഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പേജിലേക്ക് സൈസ് ഇത് വരും. നമുക്കതൊന്ന് റീസൈസ് ചെയ്തൊന്ന് വലുതാക്കി കൊടുക്കാം. ഓക്കെ, ദെൻ ഇപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് നമുക്ക് 13 സെക്കൻഡ് ഇപ്പോൾ ഈ വീഡിയോ ഇവിടെ ലഭിച്ചിട്ടുണ്ട്. ഇനി അടുത്ത് ചെയ്യേണ്ടത് നേരെ ഇവിടെ വന്ന് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് കൊടുക്കാം. ഓക്കെ, ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടായിരിക്കും. Ctrl+D എന്ന് പ്രസ് ചെയ്താൽ മതി കേട്ടോ. ഇനി Ctrl+D ഇങ്ങനെ കുറേ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ലെങ്ത്ത് ഇങ്ങനെ കൂടി വരും. നമ്മുടെ വീഡിയോയുടെ ലെങ്ത്ത് ഇവിടെ നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റും. ഓൾമോസ്റ്റ് 6 മിനിറ്റ് അതുപോലെ 7 മിനിറ്റ് 8 മിനിറ്റ് ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിങ്ങനെ കോപ്പി ചെയ്യുന്നതോട് കൂടിയിട്ട് വളരെ ലെങ്ത്തി ആയിട്ടുള്ള ഒരു വീഡിയോ ആക്കി ഇതിനെ മാറ്റാൻ പറ്റും. ഓക്കെ, ഇനി നമുക്കിതിൽ സ്റ്റാർട്ടിങ്ങിൽ വന്നതിന് ശേഷം ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, കണ്ടല്ലോ ഇപ്പോൾ ഇവിടെ ലെങ്തി ആയിട്ടില്ല. 11 മിനിറ്റോ ഇപ്പോൾ നിങ്ങൾക്ക് ഇനി 1 മണിക്കൂറോ 2 മണിക്കൂറോ എത്ര ലെങ്തി ആയിട്ട് ചെയ്യാൻ പറ്റുമോ അത്ര നല്ലതാണ്. കാരണം അതിനനുസരിച്ചുള്ള റവന്യൂ നിങ്ങൾക്ക് യൂട്യൂബിനകത്തുനിന്ന് കണ്ടെത്താൻ പറ്റും. സോ അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. വിച്ച് മീൻസ് നമുക്കൊരു വലിയൊരു പ്രീവിയസ് എക്സ്പീരിയൻസോ അല്ലെങ്കിൽ സ്കില്ലോ ഒന്നും തന്നെ പുറകിൽ ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ തന്നെ എക്സാക്റ്റ് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും എങ്ങനെയായിരിക്കും നമുക്ക് ഫേസ്ലെസ് വീഡിയോസ് വളരെ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത്. ദെൻ നമ്മളിപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് അതിനുശേഷം നമുക്ക് അതിൻ്റെ ഓഡിയോ കൂടി ആഡ് ചെയ്യാം. ഓക്കെ, ഓഡിയോ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കിവിടെ താഴേക്ക് നമ്മുടെ ക്യാൻവയുടെ ടൈം ലൈനിലേക്ക് ഇത് വരും. ദെൻ ഇത് ഡ്രാഗ് ചെയ്ത് നമുക്ക് സ്റ്റാർട്ടിങ്ങിലേക്ക് കൊണ്ടുവരണം. ഓക്കെ, ഇവിടെ നിന്നാണ് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതിലേക്ക് നമുക്ക് വെക്കാം. ഓക്കെ, ദെൻ നമുക്കിതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. കണ്ടപ്പോൾ ഇത് രണ്ടും വീഡിയോയും ഓഡിയോയും ഇപ്പോൾ നമ്മളിവിടെ സിങ്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഔട്ട് എടുത്തിട്ട് നമ്മുടെ ചാനലിലേക്ക് അപ്ലോഡ് ചെയ്യാം. ഇങ്ങനെ നമുക്കിത് ഔട്ട് എടുക്കാൻ വേണ്ടി നോക്കാം. സോ ഇത് നിങ്ങൾക്ക് മാക്സിമം എത്ര ലെങ്തി ആക്കാൻ പറ്റും അത്രയും ചെയ്യുക. ക്യാൻവയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തതിന് ശേഷം Ctrl+D പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഇങ്ങനെ പേസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ലെങ്തി ആയിട്ട് നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് നമുക്കിതിനെ മാറ്റാം. ഓക്കെ, ദെൻ അത് ഔട്ട് എടുക്കുക. ഔട്ട് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് അപ്പോൾ ഇതിൻ്റെ ഈ വീഡിയോ നമുക്ക് ഫുൾ ലെങ്ത് വേണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ചെറുതാക്കാൻ സാധിക്കും കേട്ടോ. നമുക്കിപ്പോൾ വേണ്ടത് ഇപ്പോൾ വീഡിയോയുടെ അത്ര മീൻസ് നമ്മൾ എത്ര വീഡിയോ എടുത്തിട്ടുണ്ടോ അത്രയും ഭാഗമാണ് ഇപ്പോൾ ഇതിൻ്റെ ഓഡിയോ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ വീഡിയോയുടെ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലെങ്ത് ഇനി കൂടി പോകും. ഓക്കെ, നമുക്കതിൻ്റെ സൈസ് കാണാം. 11 മിനിറ്റാണ് ഇപ്പോൾ കറൻറ്റ് ഞാൻ ചെയ്തിട്ടുള്ളത്. അത് ചെയ്ത് സമയം തന്നെ കണ്ടല്ലോ, മേ ബി 1 മിനിറ്റ് മതി നമുക്ക് 11 മിനിറ്റിൻ്റെ ഒരു വീഡിയോ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അത്രയധികം ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു വീഡിയോ ആക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഡൗൺലോഡ് കൊടുക്കാം. ഡൗൺലോഡ് കൊടുത്തിട്ട് ഇതിൽ 180p HD ക്ലാരിറ്റിയിൽ തന്നെ നമുക്ക് ഫ്രീ സെക്ഷൻ ക്യാൻവയുടെ ഫ്രീ സെക്ഷനകത്ത് തന്നെ നമുക്ക് HD ഭാഗത്ത് അല്ലെങ്കിൽ HD ക്വാളിറ്റിയിൽ നമുക്ക് ഈ വീഡിയോ ഔട്ട് എടുക്കാൻ പറ്റും കേട്ടോ. ദെൻ നെക്സ്റ്റ് ഞാൻ ഇവിടുന്ന് MP4 കൊടുത്ത് ഡൗൺലോഡ് കൊടുക്കുകയാണ്. സോ ഡൗൺലോഡ് കൊടുക്കുന്ന സമയത്ത് ആ ഫയൽ നമുക്കിവിടെ ഡൗൺലോഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് വേണ്ട വീഡിയോ ഫയൽ നമുക്ക് കിട്ടി. ഇനി നമ്മളത് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം മതി. നല്ല രീതിയിലുള്ള ഒരു ഇൻകം നിങ്ങൾക്ക് ഈ ഒരു സൈഡിൽ നിന്ന് യൂട്യൂബിൻ്റെ സൈഡിൽ നിന്ന് നിങ്ങളുടെ മുഖം കാണിക്കാതെ തന്നെ നിങ്ങളുടെ ഫേസ് റിവീൽ ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ഏൺ ചെയ്തെടുക്കാൻ പറ്റും. ഈ വീഡിയോയ്ക്ക് നിങ്ങൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള ഫേസ്ലെസ് വീഡിയോസ് ഞാൻ വീണ്ടും അപ്ലോഡ് ചെയ്യേണ്ടത്. നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ നിർബന്ധമായിട്ട് കമൻറ്റ് ചെയ്യുക. ഇത്തരത്തിലുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വേറെയും ഒരുപാട് നല്ല രീതിയിൽ നമുക്ക് ഇൻകം കണ്ടെത്താൻ പറ്റുന്ന ഫേസ്ലെസ് യൂട്യൂബ് വീഡിയോ ഐഡിയാസ് ഉണ്ട്, ഇവിടെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ചെയ്യുകയുള്ളൂ. കാരണം ഇതിന് സപ്പോർട്ടേഴ്സ് ഉണ്ടോ ഇല്ല എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള വീഡിയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ടൈമിൽ കൂടി ഓൺലൈൻ വരുമാനം കണ്ടെത്താൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ നമുക്ക് യൂട്യൂബ് SEO, അപ്പോൾ നിങ്ങൾക്ക് അഫിലിയേറ്റ് മാർക്കറ്റിംഗിൻ്റെ ഫ്രീ ട്രാഫിക് ക്ലാസ്സുകളൊക്കെ നമ്മുടെ സൈഡിൽ നിന്ന് അറ്റൻഡ് ചെയ്തിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ലാസ്റ്റ് വന്നിരിക്കുന്ന വീഡിയോകളിൽ യൂട്യൂബിൻ്റെ SEO പറയുന്നുണ്ട്, യൂട്യൂബിൻ്റെ അൽഗോരിതം പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനി ഈ വീഡിയോകൾ ഇങ്ങനെയുള്ള വീഡിയോകൾ ക്രിയേറ്റ് ചെയ്തിട്ട് ആ അൽഗോരിതം പറയുന്നതനുസരിച്ച് ആ SEO വൈസ് നിങ്ങൾ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുക. നല്ല രീതിയിലുള്ള റിവന്യൂ നിങ്ങൾക്ക് ആഡ്സെൻസിൻ്റെ സൈഡിൽ നിന്ന് കണ്ടെത്താൻ പറ്റും. അതുപോലെ ഇത്തരത്തിലുള്ള ഇത് നിങ്ങൾക്ക് ഈവൻ ഒരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് കിട്ടിയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കറക്റ്റ് എക്സാക്റ്റ് ഒരു യൂട്യൂബ് ഫോർമുല ട്രെയിനിങ് കിട്ടിയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. താഴെ ഞാൻ വാട്സ്ആപ്പ് നമ്പർ നൽകേണ്ടത്. നിങ്ങൾക്ക് ഈവൻ ഇത്തരത്തിൽ ഈ ഒരു ഭാഗത്ത് നല്ല സീരിയസ് ആയിട്ട് മുഖം കാണിക്കാതെയുള്ള വീഡിയോകൾ നന്നായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ കറക്റ്റ് പ്രാക്ടിക്കൽ ലൈവ് സപ്പോർട്ട് സെക്ഷനൊക്കെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ 7 വീക്ക് ഓൺലൈൻ മണി മേക്കിംഗ് ചാലഞ്ചിന് ചേർന്നിട്ടുള്ള ആളുകൾ കോൺടാക്ട് ചെയ്യേണ്ട. ബിക്കോസ് നിങ്ങൾക്ക് ഇത് ഒരു വീക്കിൽ വരുന്നതാണ്. നിങ്ങളുടെ വീക്കിൽ ഒരു ചാപ്റ്റർ തന്നെയാണിത്. ഇതെങ്ങനെ നമുക്ക് പ്രൊഫഷണലായിട്ട് റിസൾട്ട് കിട്ടുന്ന രീതിയിൽ ചെയ്തെടുക്കാം എന്നുള്ളത് എക്സാക്ട്ലി
ഡീപ്പായിട്ട് യൂട്യൂബിൻ്റെ അൽഗോരിതം, യൂട്യൂബിൻ്റെ SEO വൈസ് നമ്മൾ അതിനകത്ത് പഠിക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് അതിന് നല്ലൊരു റവന്യൂ ഉണ്ടാക്കണം എന്നുള്ള ഭാഗം നമ്മുടെ 7 ആഴ്ച നീണ്ടു നിൽക്കുന്ന ഈ ഓൺലൈൻ മണി മേക്കിംഗ് ചാലഞ്ചിനകത്ത് നമ്മൾ പഠിക്കുന്നുണ്ട്.